ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് നല്ലൊരു ജ്യൂസ് അടിച്ചാലോ, മിൽക്കൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അധികം തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിന് എടുത്താൽ മതി ക്യാരറ്റ്. ഞാൻ അപ്പോൾ കുറച്ച് അധികം ജ്യൂസാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എനിക്ക് കുറച്ചധികം വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിൽ നിങ്ങൾ ക്യാരറ്റ് എടുക്കുക. അപ്പോൾ ഇതാണ് അതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇത് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളോ അല്ലെ വലുതായിട്ടോ ഒക്കെ ആക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചിട്ടെടുക്കുക. അപ്പം അതിനായിട്ട് നമ്മളിത് ഒന്ന് മുറിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ആ ക്യാരറ്റൊക്കെ ഇവിടെ നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ഇട്ടിട്ടൊക്കെ വേവിച്ചെടുക്കാൻ. ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മുറിച്ചിട്ടാണ് ഞാനിവിടെ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ, ഉപ്പോ കാര്യം ഒന്നും ചേർക്കണ്ട, വെറും വെള്ളം മാത്രം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഇത് മൂടി നിൽക്കുന്ന ആ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വിസിലടിക്കട്ടെ. ഒരു 3-4 വിസിൽ എന്തായാലും വേണ്ടി വരും വേവിക്കാനായിട്ട്. അപ്പോൾ അതുവരെ നല്ല വേവാണെങ്കിൽ നല്ല അരഞ്ഞ് കിട്ടും. അതുകൊണ്ട് നല്ലോണം വേവുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഒന്ന് വിസിലടിച്ചിട്ട് വരട്ടെ കേട്ടോ. കൂടെ ആറിയിട്ട് അടിച്ചാലും മതി. പെട്ടെന്നാവണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ ആക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഞാനിതത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മിക്സിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ആ ഒരു സ്വിച്ചൊക്കെ ഒന്ന് ഓണാക്കി വരുമ്പോഴേക്ക് ഇതൊന്ന് ജസ്റ്റ് ചൂടാറിയിട്ട് വരും. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഓരോ പ്രാവശ്യം അടിച്ചെടുത്തിട്ട് പോരായിക ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പാൽ ആഡ് ചെയ്തിട്ടോ വെള്ളം ഒഴിച്ചിട്ടോ നമുക്ക് ഇത് അടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടേണ്ട ആവശ്യമുണ്ട്. മധുരത്തിന് എത്രത്തോളം നിങ്ങൾക്ക് മധുരം വേണോ അതിനനുസരിച്ചിട്ട് മധുരം ഇടാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഞാനിതാ ഇത് ഇവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ച് ലൂസാക്കി എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് പാൽ ആവശ്യമെന്നുണ്ടെങ്കിൽ പാലും കൂടെ ആഡ് ചെയ്തിട്ട് അടിച്ച് ലൂസാക്കി എടുക്കുക കേട്ടോ, എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു കുളിർമയാണ് നമുക്കിത് കുടിച്ചിട്ട് കിട്ടുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.